കുക്കർ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തുറക്കാനായിട്ട് എയർ പോയാൽ തുറക്കത്തുള്ളൂ. ആവി പറക്കുന്നത് കൊണ്ട് നല്ലോണം വീഡിയോയിൽ വരത്തില്ല. ആവിയിൽ കയറിയിട്ട് ചക്ക, അതായത് ചക്ക അപ്പുറത്തുനിന്ന് ഇത്തിരി വരിക്കച്ചക്ക കിട്ടിയത് നമ്മൾ പഞ്ചസാരയിട്ട് കുറുക്കി വയ്ക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് നമ്മൾ എടുത്ത് ഇലയപ്പം ഉണ്ടാക്കാം, ഓട്ടട ഉണ്ടാക്കാം. അങ്ങനെ ഇന്നത്തെ ഇതാണ്. ഇന്ന് കിട്ടിയ ചക്കയാണ്. നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടിയതാണ്, അയൽവക്കക്കാർ തന്നത്. പിന്നെ ഇറച്ചിക്കറി, ഇതാ കുറച്ച് ഇറച്ചിക്കറിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ചക്ക നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം, ഓട്ടട ഉണ്ടാക്കാം. ഇത് കുറുക്കി വെച്ചിരുന്നാൽ വയണയിലപ്പം ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. പഞ്ചസാര ഇട്ട് ഒരു 5-6 സ്പൂൺ, ഈ സ്പൂണിനാണെങ്കിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര, 3-4 സ്പൂണ് പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. അവരൊരു ആവശ്യത്തിന് മധുരം ചേർക്കാം. എന്നിട്ട് വേവിച്ച് ഇങ്ങനെ കുറുക്കി വെച്ചിരുന്നാൽ അത് ഒരുപാട് ദിവസം ഇരിക്കും. അവസാനത്തെ ചക്കയാണ് തീരുവടി ചക്ക. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൂടെയെന്ന് ചിലർ ചോദിക്കും. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലിടാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടിടണം, അത്രയേ ഉള്ളൂ. ചിലർ ചോദിക്കുന്നു, പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൂടെ, വയസ്സുകാലത്ത് ഇതിൻ്റെ കുറവെന്തോന്ന്. നമ്മളെ ഒരു ഇഷ്ടമാണ്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ആരും ജീവിക്കത്തില്ല. ആർക്ക് സ്വർഗം കിട്ടും നരകം കിട്ടുമെന്ന് നിശ്ചയിക്കുന്നതും അത് ദൈവമാണ്, അല്ലാഹു എന്ന് പറയുന്ന ശക്തിയാണ്. അപ്പം ആളുകൾ നമുക്ക് ഒരു നേരത്തെ ആഹാരം ഇല്ലായ്മയിൽ ബുദ്ധിമുട്ടിലോ തരൂല. കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആരെന്തെന്ന് ചോദിക്കൂല, ആപത്ത് ഘട്ടത്തിൽ പോലും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ ചോദ്യങ്ങൾ പറയുന്നതും. എന്തെന്ന് ചോദിക്കാനും ഒരു നല്ല അഭിപ്രായം പറയും. ആപത്തിൽ നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മളെ ഒരു ഉപകാരി എന്ന് പറയുന്നത്. അതാണ്ട കിളികൾ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ആഹാരം കൊടുക്കണോണ്ടാണ് അവർ തിരക്കി വന്നത്, ഭക്ഷണത്തിന് വേണ്ടി. കറക്റ്റ് നേരങ്ങളിൽ അവർ വരും. ഈ ഭൂമിയിലെ മൃഗങ്ങൾക്ക്, നാക്കെടുത്ത പ്രാണികൾക്കും വല്ലതും കൊടുത്താൽ അതിന് നമുക്ക് നല്ല ഒരു സ്നേഹം തോന്നിക്കും. അതൊക്കെ വരും വന്ന് കഴിച്ചിട്ട് പോയി കണ്ടോ. അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്താനും അസൂയ പറയാനും ആൾക്കാർ കാണും. ഈ യൂട്യൂബിൽ അതും കിട്ടി പൈസകൾ ഇഷ്ടം പോലെ കിട്ടിയിട്ട് ഒന്നും നേടാനും ഇല്ല. വയസ്സുകാലത്ത് 10-50 വയസ്സ് കഴിഞ്ഞ് ഇനി എന്തൊരു വയസ്സുകാലത്ത് ജീവിക്കാൻ ഇതുവരെ ജീവിച്ച്. ഇനി വല്ലതും കിട്ടിയാൽ ഏതെങ്കിലും പാവങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാരും ഷെയർ ലൈക്കൊന്നും ചെയ്യുന്നില്ല. ചെയ്ത് എങ്കിലേ കിട്ടിയാലല്ലേ നമ്മൾ കൊടുക്കണ്ടേ. നമ്മൾ ദാനധർമ്മമൊക്കെ ചെയ്യുന്നുണ്ട്, ആരും തരാതെ. പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്നുള്ളതുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ചോദിക്കും, ഇനി ഇതിൻ്റെ കുറവേ ഉള്ള ആൾക്കാർ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ആൾക്കാർക്കാണ് പിടിക്കാനൊക്കാത്തത്. നമ്മളെ ബന്ധുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ മുഖം കാണിക്കില്ല, ശരീരം കാണിക്കില്ല, പിന്നെ സംസാരം സ്വരമൊന്നും ശരിയല്ല. അതായത് സ്വരം കൊള്ളൂലാത്തവൻ പാടരുതെന്ന് പറഞ്ഞ കണക്ക് സംസാരിച്ചാൽ അത് പ്രശ്നം, മുഖം കാണിച്ചാൽ അത് പ്രശ്നം. ശരീരവും മുഖമൊക്കെ ആൾക്കാർ കാണിച്ചു കൊണ്ട് മുസ്ലിയാക്കന്മാർ വരെ വീഡിയോകളിടുന്നു. പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല കാര്യം പറഞ്ഞാലും ദോഷക്കാര്യം പറഞ്ഞാലും ആൾക്കാരാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത്. എന്നാൽ ഒരു ആപത്ത് ഘട്ടത്തിൽ ഒരു മുട്ടായിയുടെ ഉപയോഗം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും നല്ലൊരു വാക്ക് പറയാനും